ഇന്ന് ഞാൻ പണിയൊന്നും ഇല്ലാതെ പെരയിൽ വെറുതെ കുത്തിരിക്കുക കേട്ടോ. അപ്പോഴാണ് വീട്ടിലെ റൂമൊക്കെ ഒന്ന് നന്നാക്കി വയ്ക്കുകയെന്ന് ഉമ്മ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാനെന്തായി റൂമിൽ സ്വച്ഛ ഭാരതാക്കാമെന്ന് കരുതിയിട്ടൊന്ന് സ്വച്ഛ ഭാരതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമൊക്കെ നന്നായിട്ട് അടിച്ചേരി തുടച്ച് നന്നാക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയെടുത്തിട്ടോ. ഈ കട്ടലിൻ്റെ കാൽമലും അവിടെയും ഇവിടെയും ഒക്കെ എൻ്റെ തുണിയും കുപ്പായം തന്നെയാണ്. ജനോലമലാണെങ്കിൽ പറയണ്ട, ആയുർവേദ അലോപ്പതി എല്ലാ മരുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മരുന്നുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ മാത്രമുള്ള മരുന്ന് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. തലവേദനക്കുള്ള വിക്സ് ഉണ്ട്, വാസ്ലീൻ ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അരിഷ്ടം, ലേഹം എല്ലാം ഒരു കുടക്കീഴിലാണ് ഇവിടെ. പിന്നെ എന്താ നമ്മൾ നേരെ അട്ടത്ത് പോയിട്ട് മാറാമ്പില കോലും അടുക്കാട്ടും പാളിയും ചൂലും എടുത്ത് വന്നിട്ടോ. എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് തട്ടലെടുത്ത് അങ്ങനെ പിന്നെ അട്ടത്ത് നോക്കിയിട്ട് ഫുള്ള് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തട്ടി കൊച്ചിലെടുത്തിട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു പാട്ടും വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. പണികളൊക്കെ കുറച്ചെടുത്ത പോത്തിന് തന്നെ വല്ലാത്ത ചൂടുമ്പോൾ കേട്ടോ. ഈ പണിയൊക്കെ എന്നും എടുക്കണമല്ലോ, സമ്മതിച്ച് തന്നെ വേണം നമ്മളെ പെരയിലുള്ള ഉമ്മമാരും ബാപ്പാരും ഒക്കെ. അങ്ങനെ തട്ടിക്കൊട്ടലൊക്കെ പകുതിയായപ്പോഴത്തേന് പെരും കുഴക്കും ക്ഷീണം ചൂടെടുക്കലും ആയപ്പോൾ ഞാൻ കുപ്പായോട് കഴിച്ചിട്ടാഞ്ഞിട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ തട്ടിക്കൊട്ടി തീർന്നിട്ടോ. പിന്നെ ഞാൻ നേരെ ചോലും അടുക്കാട്ടും പാളിയും കയ്യിലെടുത്തായിട്ട് പിന്നെ ഫുൾ അടിച്ചേരി നന്നാക്കിട്ടോ. എല്ലാ മുക്കിലും മൂലയിലും നമ്മളെ ചോലും പാളിയും എത്തിയിട്ടുണ്ടായിട്ടോ. ഈ ചണ്ടിക്കൂടി കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അടിച്ചേരി തുടക്കാത്ത മാതിരി. ഇതൊക്കെ പകുതി ചൂലുമത്തെ തന്നെ കൊഴിഞ്ഞാടിയതാണ്. ഈ മണ്ണാത്തനോട് വല്ലാത്ത ഇടങ്ങാറ് തന്നെ കേട്ടോ. ഫുള്ള് മാറാമ്പിലാണ്, ഒരു സ്വൈര്യമില്ല ഇതിനുണ്ട്. അതിറ്റൊക്കെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ. നമ്മളാണല്ലോ ഇതൊക്കെ തട്ടി നന്നാക്കണേ. മാറാമ്പിൽ നിറയെ കള്ളത്തെങ്കിലും വയ്യ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ ഫുള്ള് അടിച്ചേരി ഒരു ഭാഗത്തേക്കാക്കി ഒരു കൂട്ടിട്ടോ. അങ്ങോട്ട് പിന്നെ അടുക്കാട്ടും പാടെടുത്താട്ടേക്കാട് ഭാര്യ അവിടെ ഫുള്ള് പുറത്തുണ്ടോ ഇട്ടാഞ്ഞിട്ടോ. പിന്നെ അപ്പോൾ തന്നെ ഏകദേശം തുമ്മലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിട്ടോ പൊടിൻ്റെ ഉക്കൊണ്ട്. പിന്നെ നമ്മൾ അൾമാറയുള്ള ഓരോരോ സാധനങ്ങൾ എടുത്ത് മാറ്റിയെടുത്തിട്ടോ. അൾമാറയും കൂടി ഒന്ന് നന്നാക്കാമെന്ന് കരുതി. അൾമാറയിലും ഇതേപോലെ കുറേ ബുക്കും കിതാബും ഏടും ഒക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ തട്ടിക്കൊട്ടലും അടിച്ചേരലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ ബക്കറ്റും വെള്ളം എടുത്തിട്ട് ഒരു തുടക്കണ സീലി എടുത്ത് വന്നിട്ടോ. കട്ടിൻ്റെ ചോട്ടിലും അൾമാറിൻ്റെ ചോട്ടിലും ഒക്കെ നല്ലോണം അങ്ങോട്ട് അടിച്ചേരി തുടച്ചെടുത്ത് നല്ല മനക്കടുള്ള പണി നേരിട്ടത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മണ്ണാത്തൻ്റെ ഒരു ഡാൻസ് കളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഒരു അഹങ്കാരം നോക്കിയാണ് നിങ്ങൾ. ഞാൻ അതിൻ്റെ നടുപ്പുറം നോക്കി ഒന്ന് കൊടുത്താട്ട് അതിനെ ചത്തിച്ചാട്ട് പുറത്തുണ്ടോ ഇട്ടാഞ്ഞിട്ടോ. അട്ടം നിറച്ച് മാറാമ്പില കെട്ടിയതും പോരെ പിന്നെയും കടന്ന് തുള്ളുക. അങ്ങനെ സ്വച്ഛ ഭാരത് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ നേരെ തലട്ടോതി വെളിച്ചെണ്ണ ഇട്ടിട്ടോ. അവിടെ പിന്നെ നേരെ പോയി കുളിച്ചേ.